Hello, good afternoon. Hi, Good afternoon, ma'am. Good Good afternoon, ma'am. afternoon, Miss. good afternoon, Good ma'am. afternoon. So, again, നമുക്ക് ഈ വീക്കിലെ ഒരു ക്ലാസ് പുതിയത് വന്നു കിട്ടി. അത് നമ്മളുടെ അശ്വതി മിസ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആൾക്കിന്ന് ആൾ ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് കിട്ടിയത്. ഓക്കെ, അശ്വതി മിസ്സിന്റെ ക്ലാസ് ആണ്. അശ്വതി മാമിന്റെ ആയിരുന്നു. അതെ അതെ, അശ്വതി മാമിന്റെ ക്ലാസ് ആണ്. അപ്പൊ അശ്വതി മാമിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഒരു വീക്കിൽ ക്ലാസ്സിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ചുമയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ വന്നപ്പോ. അതെ അതെ, അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വീണ്ടും ഈ ആഴ്ചയും ഒറ്റ ദിവസം വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മളെ ലാസ്റ്റ് എത്തുമ്പോ നമ്മളുടെ പോർഷൻസ് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഞാൻ പറഞ്ഞല്ലോ കവർ ചെയ്യേണ്ട സമയത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാനും പറ്റൂല. ആരെങ്കിലൊക്കെ എടുത്ത് അവരവരുടെ പോർഷൻസ് തീർക്കും. പറ്റുന്ന രീതിയിലൊക്കെ തീർക്കാലോ, അല്ലെങ്കിൽ പെൻഡിങ് ആകും. അവ ലാസ്റ്റ് വരുമ്പോൾ ഉടനെ. അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് അടുത്ത ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷനിലേക്ക് പോകേണ്ടി വരും. ഒബ്വിയസ്ലി, കാരണം അത്രയും അവേഴ്സ് ടീച്ചർക്കാണ് കൂടുതൽ അവേഴ്സ് നിങ്ങൾക്ക് ഉള്ളത് അല്ലെ. 3 hours ഉണ്ട് തോന്നുന്നു വീക്കിലി അല്ലേ? ഒരു വീക്കില് 3 hours ടീച്ചറിന്റെ തന്നെ പോയി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ അത്രയും എടുക്കാനുള്ള പോർഷൻസ് അവിടെ പെൻഡിങ് ആവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും അതും കൂടി എടുത്ത് തീർക്കണം. ഒരാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ, പഠിപ്പിക്കാൻ വരാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നിവർത്തിയില്ലല്ലോ. യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോപ്സി വരെയാണ് എടുത്തത് അല്ലെ. ഓട്ടോപ്സി എന്ന് പറയുന്നത് 2 രീതിയിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് ക്ലിനിക്കൽ ഓട്ടോപ്സിയും മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയും. രണ്ടും ഏകദേശം അതിനകത്ത് കുറെ ആസ്പെക്ട്സ് ഒക്കെ ഒരു സിമിലർ ആണ്. പക്ഷെ ഓൾസോ ദർ വിൽ ബി ഡിഫറൻസസ്, അതിൽ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എന്താ പറയാ, നമ്മള് ഈ ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞല്ലോ, സ്റ്റഡി സെൽഫ് സ്റ്റഡി ഓഫ് എ ഡെഡ് ബോഡി ഓഫ് കോപ്സ്. അതായത് കോപ്സ് മീൻസ് ഡെഡ് ബോഡി. ഡെഡ് ബോഡിയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോപ്സി. അത് ക്ലിനിക്കൽ രീതിയിലുള്ള പഠനങ്ങൾ നടത്താറുണ്ട്, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്താറുണ്ട്. ആൻഡ് ഓൾസോ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോപ്സി നടത്തപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റഡി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡെഡ് ബോഡി കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ 2 രീതിയിലുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി, അതിന്റെ മറ്റൊരു പേര് കൂടി നമ്മൾ പറഞ്ഞു പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്, അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് മെയിൻലി കണ്ടക്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് വാട്ട് ഈസ് ദ ഡിസീസ് വിച്ച് ലെഡ് ടു ദ മോർട്ടാലിറ്റി. അതായത് നമ്മളുടെ ഡെത്തിന് കാരണമായ ആ രോഗം എന്താണ്. ചിലപ്പോ എന്താ പറയാ, നമ്മുടെ ആന്റി മോർട്ടം എഫേർട്സ് ഒക്കെ നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി പഠിച്ചു, ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി, അല്ലെങ്കിൽ ആളുടെ രോഗങ്ങളെ കുറിച്ച് ഒത്തിരി ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി. ബട്ട് ഫൈൻഡ് ഔട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആള് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് നടന്നിരിക്കെ തന്നെ ആൾ മരിച്ചു. അപ്പൊ പിന്നീട് എന്താണ് ആ ഒരു രോഗം, അല്ലെങ്കിൽ ഇത്രയും മരണകാരണമാകാവുന്ന രോഗം എന്താണ്, അതിന്റെ റീസൺസ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ലക്ഷ്യം. ഓക്കെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് എന്ത് രോഗമാണ്, ആ രോഗം വന്നാൽ ആള് മരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ, അത് മരണത്തിലേക്ക് പോകുന്ന ഒരു രോഗമാണോ. കാരണം പിന്നീടും അത്തരം കേസസ് വന്നു കഴിഞ്ഞാൽ മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് നടത്താലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് പരിശോധിക്കുന്നത്. ഇനി നമ്മള് അപ്പൊ അതിന്റെ പർപ്പസ് ഇനി തുടങ്ങിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ കുറച്ച് പർപ്പസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. റൈറ്റ്, അവിടെയല്ലേ? ഓക്കെ, സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്താണ് ആളുടെ രോഗം, ആ രോഗം എന്തുകൊണ്ട് മരണത്തിലേക്ക് പോയി എന്നുള്ളതൊക്കെ all the efforts of antepartum, അതായത് മരിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് എഫേർട്ടുകളൊക്കെ അവർ പഠനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി. പക്ഷെ അവരെല്ലാം അതിൽ നിന്നൊക്കെ പരാജയപ്പെട്ടു. അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്താണ് ആളുടെ രോഗം, ഈ രോഗം ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല.
അതിന് മുമ്പ് തന്നെ ആള് മരിച്ചു പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ പർപ്പസിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ കാരണം കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൃതശരീര പരിശോധനയാണ് ഈ പറയുന്ന ക്ലിനിക്കൽ ഓട്ടോപ്സി. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. തീർച്ചയായിട്ടും എന്താണ് രോഗത്തിന്റെ കാരണം, മരണത്തിന്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മരണത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ രോഗം വന്നപ്പോ മരണത്തിന്റെ കാരണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രോഗങ്ങൾ വന്നു, പക്ഷെ ആ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു രോഗം കൊണ്ടാണ് ഇയാൾ മരിച്ചേക്കണതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പരിശോധനകളൊക്കെ നേരത്തെ നടത്തി. പക്ഷെ അതെല്ലാം തന്നെ ഫെയിലായി, ആ എഫേർട്ടെല്ലാം ഫെയിലായി, പരാജയപ്പെട്ടതിന് എന്താണ് അതിന്റെ റീസൺസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇരിക്കെ തന്നെ ആള് മരിച്ചു. അങ്ങനെ മരിച്ചതിന് ശേഷം ആ ശരീരത്തിൽ വീണ്ടും പരിശോധനകൾ നടത്തുന്നു. അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പാത്തോളജി ഓഫ് ഡിസീസ് വിച്ച് ഹാവ് ലെഡ് ടു ഡെത്ത് ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രയർ ടു ഡെത്ത്. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഈ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ഡയഗ്നോസിസ് രീതിയിൽ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല ശരീരത്തിന്റെ വല്ല പാത്തോളജി, ശരീരത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ആ ഡിസീസിനെ സംബന്ധിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി. പക്ഷെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന രോഗത്തിന്റെ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മരണമാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. രോഗം കൊണ്ടാണോ മറ്റേതെങ്കിലും കാരണമാണോ അല്ലെങ്കിൽ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഠനം നടത്തുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. മനസ്സിലായ മൃതശരീര പരിശോധന നടത്തുന്നത്. രണ്ടും ഒന്ന് തന്നെ ഏകദേശം ഒരു രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നു മാത്രം. ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ പർപ്പസും ഈ രണ്ട് കാരണങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ രോഗത്തിന്റെ കാരണം കൊണ്ട് എന്തുകൊണ്ട് അത് ആള് മരിച്ചു, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ നേരത്തെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടും അതെല്ലാം വെറുതെ എഫേർട്ട്ലെസ് ആയി മാറി, ഒരു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പോലെ ആയി മാറി, ആളുടെ മരണം സംഭവിച്ചു. മരണത്തിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ, ഈ പറയുന്ന മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണ്? its aim is to provide answers to questions. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓട്ടോപ്സിയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴാണ് മരിച്ചത്, എന്താണ് മരണത്തിന്റെ കാരണം എന്താണ്, പിന്നെ എന്താ പറയാ സിറ്റുവേഷൻസ്, ആ ഒരു മരണത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് നിയമപരമായിട്ടുള്ള എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടും കൂടി, മീൻസ് നിയമം ചിലപ്പോൾ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോർട്ടിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യമായിട്ട് രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റുകളാകാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാകാം, അങ്ങനെയുള്ള ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഈ പറയുന്ന മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയാണ് നടത്തുന്നത്. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും തലപിടിച്ചു കത്തി കുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനിലേക്ക് ബാധിക്കുന്ന വലിയ തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയാ ട്രോമ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതെന്താണ് കാരണം, ചിലപ്പോ ആൾക്ക് എന്താ പറയാ ആക്സിഡന്റിലേക്ക് സംഭവിച്ചതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ, അങ്ങനെയുള്ള കേസുകൾ തെളിയിക്കാനുണ്ടാകും അല്ലെ. അപ്പൊ അതൊക്കെ കാരണം ഇപ്പൊ തന്നെ എന്തോരം നമ്മൾ അങ്ങനത്തെ വാർത്തകളൊക്കെ വായിക്കുന്നു അല്ലെ. പെട്ടെന്ന് ഒരാള് തുന്നി മരിക്കുന്നത്, എന്നിട്ട് അത് തുന്നി മരണമല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് എന്താ പറയാ ഇതുപോലെ ഹാൻ ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇഷ്ടംപോലെ സംഭവങ്ങൾ നിത്യ സംഭവങ്ങളായിട്ട് മാറി കഴിയും നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്വയം ചെയ്തതാണോ, സെൽഫ് ഹാം ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ആൾമൂലം മർദ്ദർ പോലെ കൊലപ്പെട്ടതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഓട്ടോപ്സികൾ നടത്തുക. അപ്പൊ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് ആ രീതിയിലാണ് ടു പ്രൊവൈഡ് സം ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് cause of death, time of death, situations of death, and also for the enforcement of law to settle a crime. ഒരു കുറ്റകൃത്യമൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടും ഈ പറയുന്ന മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി നടത്താറുണ്ട്. ഇനി മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താണെന്ന് പറയാം. അതിന് മുമ്പ് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. മറ്റേ സെന്റൻസ് ഉള്ളൂ. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ ആ ഒരു വലിയ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തേക്കാം. എയിം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഫുൾ അണ്ടർലൈൻ ചെയ്യാം. എന്താണ് നേരത്തെ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ലക്ഷ്യങ്ങൾ പർപ്പസ് പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിക്കും അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പർപ്പസ് ഉണ്ട്. ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ഏത് രീതിയിലുള്ള മരണം, എന്താണ് മരണത്തിന്റെ കാരണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, ഇപ്പൊ ചിലപ്പോൾ മരണപ്പെട്ട ആൾ ആരാണെന്ന് അറിയാൻ പാടില്ല, വഴിയിലൊക്കെ കിടന്ന് എവിടെയുള്ള ആളുകൾ
നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോയാൽ ഏതെങ്കിലും പ്രത്യേക ചിലപ്പോൾ ഏതെങ്കിലും ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതൊക്കെ വഴിയിൽ നമുക്ക് മരണമൊക്കെ എപ്പോഴും സംഭവിക്കാമെന്ന് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളുടേതല്ലാത്ത നാട്ടിൽ കണ്ടത് മരിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺ, മരണപ്പെട്ട ആൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന പരിശോധനയാണ്. അത് ML ഓട്ടോപ്സിയിൽ വരുന്നതാണ്. അതിന്റെ ഒരു പർപ്പസ് ആണ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈം, അതായത് എപ്പോഴാണ് മരിച്ചത്, ഇന്ന് മരിച്ചതാണോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണോ, അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ പരിശോധന നടത്തണം. എത്ര ദിവസത്തെ പഴക്കമുണ്ട് ഈ ഡെഡ് ബോഡിക്ക് എന്നൊക്കെ അല്ലെ. നമ്മളിപ്പോ എവിടെയെങ്കിലും മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ആ വാർത്തയിൽ ഇങ്ങനെ കാണിക്കും 2 ദിവസമായിട്ട് ഉള്ള പഴക്കമുണ്ട് ഈ ഡെഡ് ബോഡിക്ക്, ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, ഇന്ന കളറിലാണ്, ഏകദേശം ഇത്ര പ്രായം തോന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ക്ലൂസ് ആളുകൾക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ അതൊക്കെ ഈ പറയുന്നതിന്റെ ഒരു ഭാഗമാണ്. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസ് ആണ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈംസ് ഓഫ് ദ ഡെത്ത്, ടു കളക്ട് ട്രേസ് എവിഡൻസ്, അതായത് ഇയാളെ കുറിച്ചിട്ട് എന്തെങ്കിലും പല കാര്യങ്ങൾക്കും തെളിവിനോ മറ്റൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചില കാര്യങ്ങൾ തെളിയിക്കാൻ പ്രൂവ് ചെയ്യാനായിട്ട് എവിഡൻസ് ആയിട്ടൊക്കെ നമുക്ക് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സികൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു പല കാര്യങ്ങളുടെയും അറേഞ്ച്മെന്റിന് വേണ്ടി, ആ കുറ്റകൃത്യം നടന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ റീഓർഗനൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ML ഓട്ടോപ്സി നടത്തുന്നുണ്ട്. അപ്പൊ ദീസ് ആർ ദ പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ആ 5 പോയിന്റും അണ്ടർലൈൻ ചെയ്യുന്നുട്ടാ. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, ടു ഫൈൻഡ് ഔട്ട് ദ ടൈം, to collect trace evidence, reorganization of the crime. Reorganization of the crime. 5 മറ്റേതിൽ ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെയാണ് ഓട്ടോപ്സിയിലും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അത് അണ്ടർലൈൻ ചെയ്യാൻ പറയാനുള്ളത്. എന്താണ് ഇതിന്റെ പർപ്പസ്? ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ആ ഒരു സെന്റൻസിൽ എന്തെങ്കിലും 2 കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി, പാത്തോളജി ഓട്ടോപ്സി എന്ന് കൂടി പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നതെന്ന് ഈ ഒരു സെന്റൻസിൽ തന്നെ പറഞ്ഞതുകൊണ്ട് അവിടെ ഓൾറെഡി നമ്മൾ അണ്ടർലൈൻ ചെയ്തതുകൊണ്ടാണ് അതിന്റെ താഴെ പർപ്പസിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യാന്. മനസ്സിലായോ? അവിടെ പർപ്പസിൽ അണ്ടർലൈൻ ചെയ്യേണ്ട സെയിം കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, then medical legal autopsy full underline ചെയ്യണം and also its purpose, അതിന്റെ പർപ്പസും അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? Then അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺക്ലൂഷൻ ഓഫ് മോർച്ചറി സർവീസസിന്റെ ആ ഒരു കൺക്ലൂഡിങ് രീതിയിൽ അവർ പറയാണ്, എന്താ പറയാ, നമ്മളൊരു ഡെഡ് ബോഡി if it is to be stored or preserved in the മോർച്ചറിയിൽ പ്രിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, റിസർച്ച് ആൻഡ് സ്റ്റഡി പഠനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് ഏതെങ്കിലും ഫോറൻസിക് പർപ്പസിനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത്തരം ബോഡീസിൽ നമ്മൾ പല പഠനങ്ങൾ നടത്തും. അതാണ് 2 രീതിയിലുള്ള പഠനങ്ങളാണ് നടത്തുക. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് 2 രീതിയിലുള്ള പരിശോധനകളാണ്, ഡെഡ് ബോഡിയിൽ നടത്തുന്ന പരിശോധനകളാണ്. പക്ഷെ ഇതിന് there are many similar aspects and also there are many dissimilar aspects. ഇതിന് ഒരേപോലെയുള്ള ഈ 2 ഓട്ടോപ്സിയും പരിശോധന തന്നെയാണ്. പക്ഷെ 2നും ഒരേപോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയെ പെർഫോം ചെയ്യുന്നത് നമ്മുടെ പാത്തോളജിസ്റ്റ് ആണ്. അതേസമയം മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഈസ് എന്താ പറയാ പെർഫോംഡ് ബൈ നമ്മുടെ ഫോറൻസിക് എക്സ്പേർട്ട് ആണ് കേട്ടോ. 2 ആളാണ് സാധാരണയായിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റും, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ഫോറൻസിക് എക്സ്പേർട്ടുമാണ്. ആ സെന്റൻസ് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. സോ നമ്മുടെ മോർച്ചറി എന്ന് പറയുന്ന ചാപ്റ്ററോടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മളുടെ ചാപ്റ്റർ തീർന്നു. നമ്മളന്ന് പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ തീരുമ്പോൾ നമ്മളുടെ ഓൾ ടുഗദർ ഈ 2 മൊഡ്യൂളിലും വന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എന്താ പറയാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളുടെ മിസ്സിന് തീരെ വയ്യാത്തത് കൊണ്ടും ക്ലാസ്സിൽ എടുക്കാൻ വരാൻ പറ്റാത്തത് കൊണ്ടും
എന്റെ സമയം ഞാൻ അങ്ങനെ വെറുതെ കളഞ്ഞാൽ ചിലപ്പോ എങ്ങാനും നമ്മളുടെ പോർഷൻ എടുത്ത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തീർന്നില്ലെങ്കിലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ഹെൽപ്പ് കൊടുക്കാം. അശ്വതി മിസ് എടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ടീച്ചർ വരട്ടെ, ടീച്ചർക്ക് ഞാൻ വഴിമാറി കൊടുക്കും ടീച്ചർക്ക് വേണ്ടിയിട്ട്. അത് നമ്മളല്ലേ സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമുക്ക് എടുത്തു തരില്ല, പിന്നെ വലിയ ബുദ്ധിമുട്ടാകും. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് സ്വന്തമായിട്ട് വായിച്ചാൽ അതൊക്കെ മനസ്സിലാകുമായിരിക്കും. മനസ്സിലാക്കാനൊന്നുമില്ല, ഈ മെഡിക്കൽ ടെർമിനോളജി ഇത്ര പെട്ടെന്ന് നമ്മൾ അധികം മനസ്സിലാക്കാനൊന്നുമില്ല. എന്താണോ അവിടെ ഇരിക്കുന്നത് അതിന്റെ മീനിങ്, അത്രയും പഠിക്കുക, അത്രയേ ഉള്ളൂ കാര്യങ്ങള്. അതല്ല എന്നാലും പറയുമ്പോ അയ്യോ ടീച്ചർ പോർഷൻ തീർന്നില്ല, തീർന്നതിന് കുട്ടികൾക്ക് എക്സാം വന്നു എന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരാൻ പാടില്ല. പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് തന്നെ പോകണം. ടീച്ചർക്ക് ഒരു ഹെൽപ്പ് കൂടി ആവട്ടെ. ഹെൽത്ത് ഇഷ്യൂസ് ആണല്ലോ, മനുഷ്യർക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. എല്ലാവർക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നത് അല്ലെ. ചിലപ്പോ അസുഖങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും നമ്മളെ ഈ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഇന്ന് ടീച്ചർക്ക് ആണെങ്കിൽ നാളെ നമുക്കായിരിക്കാം. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വേണ്ടേ? ഓക്കെ, റെഡിയാണോ നിങ്ങൾ? നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം. അല്ല അശ്വതി മിസ് ഒന്ന് പഠിപ്പിച്ചാൽ മതി, ഞങ്ങൾ ഇനി പഠിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകില്ല. പക്ഷെ എനിക്ക് എന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അതൊന്നും നടത്തിയില്ലല്ലോ. ഞാനാണല്ലോ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒരു ഗ്യാരണ്ടി തന്നത്. പോർഷൻസ് ഒക്കെ തീരുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു പോർഷനും എന്താ പറയാ തീർക്കാതെ അങ്ങനെ വിടില്ല. ഞങ്ങൾ പകുതി എടുത്തിട്ട് പകുതി നിങ്ങൾ തന്നെ പഠിച്ചോന്നൊന്നും പറയില്ല. എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കിയൊക്കെ തന്നിട്ട് വിടുള്ളൂ എന്നൊരു പ്രോമിസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നിരുന്നേ. സോ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ ഞാനും ഉത്തരവാദിത്തപ്പെട്ടവളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്കൊരു സഹായം ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ടീച്ചർ നമ്മളുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ നിങ്ങളുടെ പ്രിഫിക്സുകളുടെ 65th അല്ലെ 65ാമത്തെ വരെ എടുത്തു എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു ടീച്ചർ അവിടെ വരെ എടുത്തു. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞത് LEUK/O എന്ന് പറയുന്ന പ്രിഫിക്സ് വരെയാണ് എടുത്തതെന്നാണ് പറഞ്ഞത്. ഇതാണ് പ്രിഫിക്സ് എന്നൊക്കെ അറിയാലോ. അന്വേഷണം പറയാം, തീർച്ചയായും പറയാം. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ സമയം നിങ്ങൾ കേട്ടേക്കുന്നതും അശ്വതി മിസ്സിന്റെ സൗണ്ടാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ വന്നിട്ടുള്ളെങ്കിലും കൂടുതൽ എന്താ പറയാ ഇച്ചിരി കൂടി കൂടുതൽ സമയം കാണുന്ന ഒരു വ്യക്തിയോടായിരിക്കുമല്ലോ കൂടുതൽ നമുക്കുള്ളതിപ്പം. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അത് പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം കേട്ടാ. അപ്പൊ നിങ്ങൾ അവിടെ വരികയാണ്. എന്താണ് പ്രിഫിക്സ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രിഫിക്സ്? പ്രിഫിക്സ് ഈസ് എ വേർഡ് ഓർ letters which is added to the beginning of a word അല്ലെ. ഒരു വാക്കിന്റെ മുൻപില് നമ്മൾ ഒരു വേർഡിന്റെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു കഷ്ണം 2-3 ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് എന്തിനേക്കും മുൻപിൽ കൂട്ടി ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിഫിക്സ് എന്ന് വിളിക്കുക. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പ്രിഫിക്സ് സഫിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രിഫിക്സസും സഫിക്സസും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് അല്ലെ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ചേർന്നത് എന്ന് വെച്ചാൽ വേർഡ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കുന്ന ഒരു ലെറ്റേഴ്സാണ്. അപ്പൊ ഹാപ്പിന്റെ മുമ്പിൽ നമ്മൾ UL എന്ന് ചേർക്കുമ്പോൾ അൺഹാപ്പി എന്നാണ്. സോ അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ലൈക്ക് വൈസ് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടേംസില് ഹോസ്പിറ്റൽസിലെ പ്രൊഫഷണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ദേ യൂസ് സം മെഡിക്കൽ ടേംസ്. അത് നമുക്ക് സാധാരണക്കാർക്ക് കോമൺ മാനിന് അത് ലേമാനിന് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്നതൊന്നുമില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നു, എന്തെങ്കിലും രോഗം വരുമ്പോ മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിൽ പോകുന്നു, അത് വാങ്ങിച്ച് അത് എടുത്ത് കഴിക്കുന്നു രോഗം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ വഴിക്ക് പോകില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത രോഗം വരുമ്പോഴേ പിന്നെ നമ്മൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന സ്ഥലമില്ല അല്ലെ. നമുക്കതറിയാം. നമ്മളിപ്പോ സാധാരണ ഒരു പരിചയക്കാരുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ നമ്മൾ പോകും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും സമയം കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദർഭം വരുമ്പോൾ അല്ലെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പോകും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇത് എന്താണ്, ഇത് നമുക്ക് ഒരു രോഗം വരുമ്പോൾ മാത്രം നമ്മൾ പോകുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നമ്മളോട് സംസാരിക്കുമ്പോഴല്ല, ഇൻ ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, ഇൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റം. ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് അവിടെ അവരെ അങ്ങോട്ടും പരസ്പരം പ്രൊഫഷണൽസ് പരസ്പരം അവരുടെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ആ ടേംസുകളൊക്കെ എന്താ പറയാ പുതിയ ടേംസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ലൈക്ക് ആഡിങ് സം പ്രിഫിക്സസ് സഫിക്സസ് ടു ദ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിന്റെ കൂടെ, റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഓർ ചീഫ് പാർട്ട് ഓഫ് എ വേർഡ്. ഒരു വാക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു
ഭാഗം, അതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അത് ചീഫ് പാർട്ടാണ്. അതിന്റെ മുമ്പിലോ പുറകിലോ ഒക്കെ ചില കുഞ്ഞു കുഞ്ഞു ഈ പറഞ്ഞ പോലെ ചില കഷ്ണം ഫ്രേസോ അല്ലെങ്കിൽ ചില വേർഡ്സോ അല്ലെങ്കിൽ ചില എന്താ പറയാ ലെറ്റേഴ്സ്, ചിലപ്പോൾ 2 അക്ഷരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് പുതിയൊരു എന്താ പറയാ മെഡിക്കൽ ടേം അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് ഇന്റർനാഷണൽ ലെവലിൽ എന്താ പറയാ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു ടേംസ് ആണ്. സോ അതനുസരിച്ച് ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തെറ്റായ രൂപത്തിൽ പറയാനോ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്ത് എന്താ പറയാ തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതിനെ വീണ്ടും ചുരുക്കിയോ ഒക്കെ ഉപയോഗിച്ച് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലൊന്നും പാടില്ല. മെഡിക്കൽ ടേംസ് ഷുഡ് ബി ഫോളോഡ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ അത് എല്ലാവരും ഫോളോ ചെയ്ത് പോകണം. അങ്ങനെ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ ടേംസിൽ വരിക. അപ്പൊ അതിന്റെ പ്രിഫിക്സുകൾ, അതിന്റെ മീനിങ്സ്, സഫിക്സ്, അതിന്റെ മീനിങ്സ്, റൂട്ട് വേർഡ്സ് മീനിങ്സ്, പിന്നെ കുറെ അബ്രീവിയേഷൻസ് ഒക്കെയാണ് ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഒരു തുടക്കം ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 66 നമ്പർ 66 പ്രിഫിക്സ് ആണ്. LITH/O സ്ലാഷ് ആണ് കേട്ടോ, എല്ലാത്തിനും സ്ലാഷ് തന്നെയാണ്. ലിത്ത് റിലേറ്റിംഗ് ടു എ സ്റ്റോൺ, സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ്. ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് അതാണ്, സ്റ്റോണുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. ലിത്ത് LITH/O റിലേറ്റിംഗ് ടു സ്റ്റോൺ. നമ്മൾ ഇതെങ്ങനെ ടീച്ചർ പറഞ്ഞു തന്നേക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഫുള്ളൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ടീച്ചർ ഫുള്ള് പഠിക്കാൻ പറഞ്ഞോ? നമ്മൾ ഓരോ പേജും എടുക്കുമ്പോൾ അതാത് പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്താണ് പോകുന്നത്. ഇത് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തു. അങ്ങനെയല്ലേ ടീച്ചർ? അങ്ങനെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം കുട്ടികൾക്ക് അത് ഫസ്റ്റ് ബിഗിനിങ് ബാച്ച് വഴി നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മൊത്തം ഇങ്ങനെ പഠിക്കേണ്ട ഒരു 500 എല്ലാം കൂടി ഓൾറ്റുഗദർ എല്ലാം കൂടി അത്രയുണ്ട്. പക്ഷെ ഈ 500 നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഒരിക്കലും പറയാൻ പാടില്ല, എല്ലാം പോസിബിൾ ആണ് നമുക്ക്. പക്ഷെ നമുക്ക് പല പരിമിതികൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതൊന്നും ഇങ്ങനെ വായിച്ചൊക്കെ നോക്കാൻ സമയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിക്കുക, ഇടയ്ക്കും പിടയ്ക്കൊക്കെ വായിച്ചു നോക്കുക. ആൻഡ് ആഫ്റ്റർ ബീങ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങളതൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെറുതെ ഉപയോഗിക്കാം. കാരണം ഹോസ്പിറ്റൽസിലെ പ്രൊഫഷണൽസ് വെൻ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദീസ് ടേംസ്, ഇത്തരം ടേംസ് ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴേ നമുക്കും അപ്പൊ കേൾക്കുമ്പോ ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓവറോൾ മാനേജ് ചെയ്യേണ്ടവരാണ് അല്ലെ? തീർച്ചയായും അല്ലെ? ആണല്ലോ. ദാറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ചുമതല അതാണ്, ഓവറോൾ മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടെ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റിലും പല ടേംസും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് അറിയണം ഓക്കെ ഇത് ഇന്നതാണ് എന്ന് ജസ്റ്റ് അറിയാൻ മതി. നമ്മളോട് ആരും അവിടെ വന്നിട്ട് ചോദ്യോത്തരമൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇന്ന മെഡിക്കൽ ടേം എന്തിനാണ് സൂചിപ്പിക്കുക, അതെന്താണ് അതിന്റെ മീനിങ് എന്നൊന്നും ചോദിക്കാൻ പോകില്ല. പക്ഷെ ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വി ഹാവ് ടു മാനേജ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് എ ഹോൾ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും വി ഹാവ് ടു നോ, അറിയണം നമ്മള്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു അറിവിലേക്ക് പിന്നീട് നമുക്ക് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് മാക്രോ ആണ്. മാക്രോ മീൻസ് ലാർജ്, വളരെ വലുത് എന്നർത്ഥം. മാക്രോ ആൻഡ് മൈക്രോ വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മാക്രോ. മാക്രോയുടെ ഓപ്പോസിറ്റ് മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ തീരെ ചെറുത്, ടൈനി. മൈക്രോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മൈക്രോസ്കോപ്പ് എന്താ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ മൈക്രോസ്കോപ്പ്? ഇറ്റ് ഈസ് എ ഡിവൈസ്, ഒരു ഉപകരണമാണ് ടു സീ ഒബ്ജക്ട്സ് which cannot be seen with our naked eyes. നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ കാര്യങ്ങൾ, ജീവികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായ തലത്തിനെയും വീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മൈക്രോസ്കോപ്പ്. മൈക്രോ മീൻസ് ടൈനി എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാക്രോ, ദാറ്റ് ഈസ് ലാർജ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മാക്രോ ആണ്. MAL, മാൽ പ്രാക്ടീസ്. പിന്നെ എന്താ പറയാ, നമ്മള് പറയില്ലേ മാലഡ്ജസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ ഒരു വാക്ക്. മാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പോസിറ്റ് വേർഡ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബാഡ് എന്ന മീനിങ് ഉള്ള ഒരു വേർഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ചീത്ത അല്ലെ? എന്താ പറയാ, മാൽ ഇൻഫോർമേഷൻ, മാൽ ന്യൂട്രീഷൻ. അതെ. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രീഷന്റെ അഭാവം. അതുപോലെ അതന്നെ, അങ്ങനെയുള്ള വേർഡ്. MAL എന്ന് പറയുന്നത് ബാഡ് അല്ലെങ്കിൽ കുറവ്, യൂഷ്വൽ, അൺയൂഷ്വൽ ആയിട്ടുള്ളത്, യൂഷ്വലിനെ സാധാരണഗതിയിൽ അല്ലാത്തത് എന്നതൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് വേർഡ് ആണ് MAL, ബാഡ് ഓർ അൺയൂഷ്വൽ. MEDI എന്താണ്? മിഡിൽ, മീഡിയം. മീഡിയം മീൻസ് എന്താ? മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല രീതിയിലും മീഡിയം എന്ന് പറയുന്ന വേർഡൊക്കെ വരാറുണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം, അത് വേറെ വേർഡാണ്. ഇതല്ല, ഇവിടെ മീഡിയം എന്ന് ഉദ്ദേശിച്ചത് MEDI എന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. മീഡിയം എന്ന് പറഞ്ഞാൽ നടുക്കുള്ളത് എന്നാണ് കേട്ടോ. മിഡിൽ, മധ്യത്തിലുള്ളത്. ഓക്കെ, മെഗാ MEGA, ഹ്യൂജ് എന്നാണ് അർത്ഥം. മെഗാ, ഹ്യൂജ്. മെഗാ ഷോ, വലിയ ഷോ എന്നാണ് അർത്ഥം അല്ലെ. അത് നമ്മൾ കേട്ടിട്ടുള്ള മെഗാ. So it's a prefix which is used to represent huge എന്ന് നമ്മുടെ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നതാണ്. MELAN, മെലാൻ. എന്താണ്? ബ്ലാക്ക്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു എ കളർ ബ്ലാക്ക്. ഈ പിഗ്മെന്റേഷൻസ് ഒക്കെ നമ്മുടെ കളർ ഓഫ് അവർ ഹെയർ, നമ്മുടെ ഹെയറിന് അതുപോലെ സ്കിന്നിനൊക്കെ ആ ഒരു ഹെയർ ബ്ലാക്ക് കളർ കൊടുക്കുന്നതും ഒക്കെ ആ ഒരു എന്താ പറയാ ഇതാണ്. അതിനെയാണ് MELAN എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് മെലാൻ, മെലാനിൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതന്നെ മെലാനിൻ. ഓക്കെ, അടുത്ത MENING/O ആണ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു മെംബ്രെയിൻ. മെനിഞ്ചസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പ്രത്യേക തരം രോഗമാണ് മെംബ്രെയിനെ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് MENING/O റിലേറ്റിംഗ് ടു മെംബ്രെയിൻ, മെനിഞ്ചസ്. അടുത്ത നമ്മൾ നേരത്തെ മൈക്രോ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഇവിടെ വന്നത് മൈക്രോ. മാക്രോന്റെ ഓപ്പോസിറ്റ് വേർഡ് മൈക്രോ. അതിന്റെ മീനിങ് നേരത്തെ നമ്മൾ പറഞ്ഞു, ടൈനി, ചെറുത്. മോണോപോളി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. സിംഗിൾ. മോണോപോളി മീൻസ് ഒരു കുത്തകാവകാശം അല്ലെ. അത് മോണോപോളി, ദാറ്റ് ഈസ് സിംഗിൾ എന്നർത്ഥം. വേറെ ആരും ഇല്ലാത്ത, അധികാരമില്ലാത്തത്. അതിനെയാണ് നമ്മള് മോണോപോളി എന്ന് വിളിക്കുക. ഇവിടെ മോണോ എന്ന് മാത്രമേ ഉള്ളൂ. മോണോ മീൻസ് സിംഗിൾ. മോണോ ആക്ട് കേട്ടിട്ടുണ്ടല്ലോ. മോണോ ആക്ട് ഒരാള് തന്നെ ചിലപ്പോ രണ്ട് ആളുകളുടെ ഇത് ഒരേ കാര്യങ്ങൾ ഒരേ സമയം അഭിനയിച്ച് കാണിക്കാം. ഒരാൾ തന്നെയായിരിക്കും അത് കാണിക്കുക അല്ലെ. പണ്ടൊക്കെ സ്കൂൾ തലത്തിലൊക്കെ ഉണ്ടല്ല, സ്കൂൾ തലത്തിലൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കൂളിലൊക്കെ ഇതൊരു വലിയ നമ്മുടെ കലോത്സവ വേദിയിലൊക്കെ വലിയ കോമ്പറ്റീഷൻ ഐറ്റമാണ് മോണോ ആക്ട് എന്ന് പറയുന്നത്. മോണോ, സിംഗിൾ. ഓക്കെ, അപ്പൊ ഈ പേജില് നമുക്കൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ആ പേജിലെ മുമ്പിലത്തെ ടീച്ചർ അണ്ടർലൈൻ ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ ടിക്ക് ചെയ്യിപ്പിച്ചോ? ഈ പേജില് 65 വരെയുള്ളതിൽ ടീച്ചർ ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ 66, 66 തുടങ്ങിയുള്ള ആ പേജ് നമ്പറിൽ ഒന്ന് നോക്കാം. ഇവിടെ കിടക്കുന്ന പേജ് നമ്പർ അല്ല കേട്ടോ, ഇവിടെ കിടക്കുന്നത് പേജ് നമ്പർ മാറി കിടക്കുകയാണ്. സോ ഞാനിവിടെ 74 വരെയുള്ളതിൽ പറയാട്ടോ. ഇവിടെ നമ്മുടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ അടുത്ത പേജിലേക്ക് പോയിരിക്കുകയാണ്. 74 വരെയുള്ളതിൽ ഞാൻ പറയാം. 66 തുടങ്ങി അതില് മാക്രോ 67, നമ്പർ 67 മാക്രോ ടിക്ക് ചെയ്യാം. മെഗാ ടിക്ക് ചെയ്യാം. മെലാൻ ടിക്ക് ചെയ്യാം. മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിഗ്മെന്റ് കളർ കൊടുക്കുന്ന സാധനമാണ്. മെലാനിന്റെ എക്സാമ്പിൾ ആണ് മെലാനിന്റെ. ടിക്ക് ചെയ്യണം. ദെൻ മൈക്രോ ടിക്ക് ചെയ്യണം. അവിടെ വരെ 4 എണ്ണം കേട്ടോ. മാക്രോ, മെഗാ, മെലാൻ ആൻഡ് മൈക്രോ. 4 എണ്ണം ടിക്ക് ചെയ്തേ. ചെയ്തോ? യെസ്. അടുത്ത മയൽ, MYEL/O റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്. ബോൺ നാരോ, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടത് കേട്ടോ. സ്പൈനൽ കോഡ് നമ്മുടെ നട്ടല് കേട്ടോ. സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ടതാണ് MYEL/O റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്. MY/O റിലേറ്റിംഗ് ടു മസിൽ. മസിലുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിഫിക്സ് വേർഡ് ആണ് MY/O റിലേറ്റിംഗ് ടു മസിൽ. അടുത്തത് NAS/O റിലേറ്റിംഗ് ടു നാസോ അല്ലെ. നാസോ, നേസൽ പാസേജ്. അപ്പൊ അതിന്റെ NAS/O റിലേറ്റിംഗ് ടു നോസ്, നമ്മുടെ എന്താ പറയാ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. NE/O ന്യൂ, പുതിയത്. ന്യൂ എന്നതിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് വേർഡ് ആണ് NE/O. അടുത്തത് NEPHR റിലേറ്റിംഗ് ടു കിഡ്നി, നെഫ്രോളജി. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ റിപ്പയർമെന്റ് അല്ലെ. അപ്പൊ കിഡ്നിയുടെ ഇതായിട്ടുള്ള എല്ലാ റിപ്പയർമെന്റും റീപ്ലേസ്മെന്റും കിഡ്നി ഫംഗ്ഷനെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. NEPHR/O റിലേറ്റിംഗ് ടു കിഡ്നി.
ഓക്കെ, അടുത്തത് NEUR/O, ന്യൂറോ, റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം. ന്യൂറോളജിസ്റ്റ് എന്നുള്ളതൊക്കെ ആ വേർഡിൽ നിന്ന് ഉണ്ടാകുന്നതാ. NEUR/O എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ സൂചിപ്പിക്കാൻ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയത്. അപ്പൊ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു മീനിങ് ആണ് ന്യൂറോയ്ക്ക് വരിക. അടുത്ത NOCT, നോട്ട്, ദാറ്റ് ഈസ് നൈറ്റ്, NIGHT, നൈറ്റ്, രാത്രി. ആ ഒരു വേർഡ് മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ് NOCT. അടുത്തത് OLIG/O, ഒലി, ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യന്റ് എന്നൊക്കെ മീനിങ് ഉണ്ട്. ചെറുത്, അല്ലെങ്കിൽ അഭാവം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇല്ലായ്മ, അല്ലെ, സഫീഷ്യന്റ് ആയിട്ട് ഇല്ലാത്തതാണ് ഡെഫിഷ്യൻസി. ഓക്കെ, അതുകൊണ്ട് അതിനെയൊക്കെ ആ ഒരു ലാക്കിങ്ങിനെ, അഭാവത്തെയൊക്കെ സൂചിപ്പിക്കാനാണ് OLIG/O എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. അടുത്തത് ഊഫർ ആണ്, OOPHOR, റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലാട്ടോ, അതൊന്ന് വെട്ടണം. നിങ്ങളുടെ തിരുത്തി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റിലേറ്റിംഗ് ടു ഓവറീസ് ആണ്, OVARIES, റിലേറ്റിംഗ് ടു ഓവറീസ് ആണ് കേട്ടോ. 83, നമ്പർ 83 ഒരു കറക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആണോ? ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അറിയോ? കറക്റ്റ് അല്ല, ഒന്ന് കറക്റ്റ് ചെയ്യണേ. നെർവസ് സിസ്റ്റം അല്ല, നെർവസ് സിസ്റ്റം മറ്റേത് നമ്മൾ പറഞ്ഞു, നെഫ്ര, NEPHR പറഞ്ഞു, /O അതാണ്. പക്ഷെ ഇത് വേറെ സ്പെല്ലിംഗ് മാറിയിട്ടുണ്ട്. പ്രിഫിക്സ് OOPHOR ആണ്, റിലേറ്റിംഗ് ടു, അത് മാറ്റ്, നെർവസ് സിസ്റ്റം മാറ്റി. അവിടെ എന്നിട്ട് ഓവറീസും എഴുതാം, ഓവറീസുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടാ. ഓവറി കറക്റ്റ് ചെയ്യണേ, കറക്റ്റ് ചെയ്യാതിട്ടത്, കാരണം പരീക്ഷയ്ക്ക് എങ്ങാനും ടിക്ക് ചെയ്തതാണോ നോക്കട്ടെ. നെഫ്ര മറ്റേ NEPHR ടിക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേത് ടിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മളുടെ ഈ ടിക്ക് ചെയ്തതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻസിനൊക്കെ ആണ് നമ്മൾ ചോദിക്കുന്നത്, അല്ല ഉദ്ദേശിക്കുന്നത് ടിക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മുടെ മോക്ക് ടെസ്റ്റിലോ അല്ലെങ്കിൽ എന്താ പറയാ മൊഡ്യൂൾ എക്സാംസ് വരും, അതിലൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതായത് നിങ്ങൾ ഇതുപോലെ തന്നെ നെർവസ് സിസ്റ്റം എഴുതി വെച്ച് തെറ്റായിരിക്കേ, അതുകൊണ്ടാണ് പറഞ്ഞേ നെർവസ് സിസ്റ്റം മാറ്റി അവിടെ ഓവറീസ് ചെയ്ത. അടുത്തത് OPHTHALM, അതായത് ഓഫ്താൽമോളജിസ്റ്റ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഹൂ സ്പെഷ്യലൈസസ് ഇൻ ദ കെയർ ഓഫ് ഐസ്, അല്ലെ, അവിടെ നമ്മുടെ കണ്ണുകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓഫ്താൽമോളജിസ്റ്റ്. സോ OPHTHALM /O റിലേറ്റിംഗ് ടു ഐ, കണ്ണുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് അതിന്റെ മീനിങ്. അടുത്തത് ORCHID, റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസ് തന്നെ 2-3 ഒരേപോലെ വരുന്നുണ്ട്, പക്ഷെ അതിന്റെയൊക്കെ ആ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുന്ന ഇതിൽ മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത് ഏത് ഉപയോഗിച്ചാലും അത് റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് തന്നെയാണ്. ORCHID/O, ORCHI/O എന്ന് പറയാം. അതുപോലെ ORO, അതുപോലെ റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. 3 ഒന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓർത്തോ, ഏതാണ്? ORTHO, ഡയറക്റ്റ്, നോർമൽ എന്നൊക്കെയാണ് അർത്ഥം. ORTHO, ഡയറക്റ്റ് ഓർ നോർമൽ. അടുത്തത് OSTE/O, ഓസ്റ്റിയോപോറസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബോൺ ഡിസീസസ് ആണ്. അപ്പൊ റിലേറ്റിംഗ് ടു ബോൺ ആണ് OSTE/O, OSTE/O റിലേറ്റിംഗ് ടു ബോൺ. അതൊക്കെ നമ്മൾ എവിടെയോ ഡിപ്പാർട്ട്മെന്റുകളുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെയോ പറഞ്ഞ് ജസ്റ്റ് ഒന്നൊക്കെ റെഫർ ചെയ്ത് പോയിരിക്കുന്ന കാര്യമാണ്. Then OT/O റിലേറ്റിംഗ് ടു ഇയർ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് OT/O എന്ന് പറയുന്ന പ്രിഫിക്സ്. ഓക്കെ, അവിടെ വരെയാണ് നിർത്തിയിരിക്കുന്നത്. പല പല രീതിയിലാണ് നമ്മളുടെ കയ്യില്. ഇതുപോലെ തന്നെയാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേജ്? 90 കഴിഞ്ഞിട്ട് അടുത്ത പേജ് ആണോ? അങ്ങനെയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമുക്ക് ആണ്. അപ്പൊ നമ്മള് അവിടെ വരെ പറയാം. 74 വരെ നമ്മൾ നേരത്തെ പറഞ്ഞു. 74 കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ടിക്ക് ചെയ്യേണ്ടത് പറയാൻ പോകണേ. 74 കഴിഞ്ഞിട്ട് അടുത്തത് NEPHR/O, അത് ടിക്ക് ചെയ്യാം. റിലേറ്റിംഗ് ടു കിഡ്നി, NEPHR/O. അടുത്തത് NEUR/O, ന്യൂറോ, അതും ടിക്ക് ചെയ്യാം. റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം,
മീൻസ് നമ്പർ 79ഉം 80ഉം ടിക്ക് ചെയ്യാം. 79ഉം 80ഉം ടിക്ക് ചെയ്യാം. Then 84 ഒക്ടാൻ, OPHTHALM അത് ടിക്ക് ചെയ്യണം. Relating to I. 84 അടുത്തത് 89 OST/O, OSTE/O relating to bond. കേട്ടോ പറയട്ടെ അടുത്തത്. അടുത്തത് നമ്മൾ ഇനി പറയുന്നത് 91 to 115 ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിക്ക് ചെയ്യാൻ പറയുള്ളൂ. പേജ് അങ്ങനെ ഇങ്ങനെ മാറി കിടക്കുന്നു, ഒറ്റ പേജിലായിട്ട് കിടക്കുന്നതായിരുന്നു. അത് മാറി തോന്നുന്നു, സ്ട്രക്ചർ മാറിപ്പോയി നമ്മളുടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിന്റെ. ഓക്കെ, 91 പറയട്ടെ. 91 PARA താര, ബിസൈഡ് അടുത്ത് എന്നർത്ഥം വരുന്ന പ്രിഫിക്സ് ആണ് PARA കേട്ടോ. അടുത്ത് ബിസൈഡ്. PATH/O പാത്തോ റിലേറ്റിംഗ് ടു ഡിസീസ്. പാത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ വേർഡിൽ നിന്നാണ് അങ്ങനെ എന്താ പറയുക ഈ ഒരു പ്രിഫിക്സ് ചേർത്തിട്ടാണ് പാത്തോളജി വന്നത്. PATH/O റിലേറ്റിംഗ് ടു ഡിസീസ്. അടുത്തത് പെർ, PER പെർ, ത്രൂ, ആസ് പെർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ വേർഡ്. അങ്ങനെയൊക്കെ വരുന്ന സാധനമാണ് പെർ. അതൊക്കെ ഇവർ ഈ എന്താ പറയാ ഡോക്ടേഴ്സ് ഒക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കുമ്പോഴായിരിക്കാം. ഇപ്പൊ പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവർ എഴുതുമല്ലോ. അപ്പൊ എഴുതുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ എഴുതാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലും അതിനൊക്കെ ചില മീനിങ് ഫുൾ ആയിട്ടുള്ള ചില വേർഡുകൾ ചേർത്ത് വേറെ ഒരു രീതിയിലൊക്കെ ആക്കി മെഡിക്കൽ ടേംസ് അവർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് സാധാരണ എന്താ പറയാ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഇത് ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ തോന്നിയ രീതിയിലൊന്നും ചെറുതാക്കാനോ എന്താ പറയാ അബ്രീവിയേറ്റ് ചെയ്യാനോ ഷോർട്ട് ഫോംസ് സ്വന്തമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് അവരുമായിട്ട് അവരുടെ ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടേഴ്സുമായിട്ടൊക്കെ പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹാവ് ടു യൂസ് ദി ലാംഗ്വേജ്. ഇതാണ് അവരുടെ ലാംഗ്വേജ്. മെഡിക്കൽ ലാംഗ്വേജിൽ ഈ ടേംസുകളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. PERI പെരി, അറൌണ്ട് എന്നാണ് അർത്ഥം. അറൌണ്ട്, AROUND, അറൌണ്ട് ഈസ് ദ മീനിങ് ഓഫ് PERI പെരി. ഓക്കെ. PHAG/O റിലേറ്റിംഗ് ടു ഈറ്റ്. PHAG/O ഏതാണത്? റിലേറ്റിംഗ് ടു ഈറ്റ്, കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് PHARYNG/O റിലേറ്റിംഗ് ടു ത്രോട്ട്, ഫാരിങ്സ് എന്ന് പറയുന്ന വേർഡ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. PHARYNG/O റിലേറ്റിംഗ് ടു ത്രോട്ട്, നമ്മുടെ ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ. അടുത്തത് PHELB/O റിലേറ്റിംഗ് ടു വെയിൻ, ഫ്ലബോട്ടമിസ്റ്റ് എന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. ലബോറട്ടറിയില് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാബ് ടെക്നീഷ്യനെ നമ്മൾ പരിചയപ്പെട്ടു. ലാബിന്റെ കുറെ ലാബിലുള്ള ആ ഒരു പ്രൊഫഷണൽസിന്റെ പേരുകള് ലാബിന്റെ എന്താ പറയാ മാനേജ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആളുകളുടെ കുറെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഫ്ലബോട്ടമിസ്റ്റ്. അവരെന്താ ചെയ്യാ? അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? നമ്മുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒക്കെ എടുക്കുക. അതെ, ടു കളക്ട് ബ്ലഡ്. ഡിസീസസ് ഒക്കെ വരുമ്പോൾ നമ്മള് ബ്ലഡ് എടുത്ത് എന്താണ് രോഗം എന്നൊക്കെ നിർണ്ണയിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആളെയാണ് വിളിക്കുന്നത് നമ്മള് ഫ്ലബോട്ടമിസ്റ്റ്. ആ ഒരു വേർഡ് അങ്ങനെ ഉണ്ടായതാണ്. PHLEB/O റിലേറ്റിംഗ് ടു വെയിൻ. വെയിൻ കൂടി ആണ് കൊടുക്കുന്നതുകൊണ്ട്. ഓക്കെ. അടുത്തത് PNEUN കറക്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. നമ്മൾ ചില വേർഡുകളെ ചെറുതായിട്ടൊക്കെ അവിടെ ഒന്ന് തെറ്റിക്കിടക്കുന്നുണ്ടാവും. ഓക്കെ. ഇവിടെ നേരത്തെ വേറെ വേർഡായിരുന്നു കിടന്നിട്ട് ഇപ്പൊ ഇവിടെ തെറ്റിയിട്ടുണ്ട്. PNUEUM/O ന്യൂമോണിയ. അതൊക്കെ വരുന്നത് ആ ഒരു വേർഡിൽ നിന്നാണ്. ന്യൂമോണിയ, ന്യൂമോ എന്ന് പറയുന്ന ഒരു വേർഡാണ്, പ്രിഫിക്സ് ആണത്. റിലേറ്റിംഗ് ടു ലങ്സ്. നമ്മളെ ബാധിക്കുന്ന എവിടെയാ? ന്യൂമോണിയ ലങ്സിലാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ എയർവേ അതിനകത്തൊക്കെ വരുന്ന ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ന്യൂമോണിയ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രിഫിക്സ് PNEUM/O. ഇങ്ങനെ തിരുത്തി വന്നിട്ടോ നോക്കണേ. നേരത്തെ വേറെ രീതിയിൽ സ്പെല്ലിംഗ് ഒന്ന് മാറി കിടക്കുകയായിരുന്നു, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കറക്റ്റ് ചെയ്ത ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആണ്.
അടുത്ത POLY പോളി, മൾട്ടി എന്നർത്ഥം. പോളിഗോൺസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ബഹുഭുജങ്ങൾ, കുറെ വട്ടങ്ങളുള്ളത് പോളിഗോൺസ്. അതിന്റെ മീനിങ് ആണ് ബഹു മീൻസ് കുറെ എന്നർത്ഥം കേട്ടോ, മൾട്ടി POLY. അടുത്ത POST പോസ്റ്റ്, ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെ അർത്ഥമുണ്ട്, ആഫ്റ്റർ കഴിഞ്ഞിട്ട്, ശേഷം. ഓക്കെ. അടുത്ത പ്രീ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ അറിയാലോ അല്ലെ. പ്രീ മീൻസ് ബിഫോർ, ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ളത് പ്രീ ഡിഗ്രി. അതിന് ഇവിടെ പ്രീ എന്ന് പറയുന്നത് ബിഫോർ ആണ്. PRO പ്രോ, ബിഫോർ ഓർ ഇൻ ഫ്രണ്ട് ഓഫ്. PRO കേട്ടോ, ഇൻ ഫ്രണ്ട് ഓഫ് എന്നല്ലെങ്കിൽ ബിഫോർ എന്നൊക്കെയാണ് മീനിങ്. അടുത്തത് PROCT/O റിലേറ്റിംഗ് ടു റെക്ടം എന്നാണ്. ഓക്കെ. നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിന്റെ ഒരു എൻഡ് പാർട്ട്, അറ്റത്തുള്ള ഭാഗം, അതിനെ ആ ഒരു ഓർഗന്റെ അറ്റത്തുള്ള ഒരു ഭാഗത്തെയാണ് റെക്ടം എന്ന് വിളിക്കാം. അപ്പൊ റെക്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീനിങ് ആണ് PROCT/O. അടുത്തത് PSEUD/O സ്യൂഡോ. P സൈലന്റ് ആണ് നമ്മൾ വായിക്കേണ്ടത്. സ്യൂഡോ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്യൂഡോ സയൻസ് കേട്ടിട്ടുണ്ടോ? സ്യൂഡോ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഈ ഒരു വേർഡ് കണക്ട് ചെയ്താൽ പറയാം, സ്യൂഡോ സയൻസ്. ശാസ്ത്രത്തിന് വിരുദ്ധമായത് എന്നുവെച്ചാൽ ശാസ്ത്രത്തിന് എതിരായിട്ടുള്ളത് അല്ലെ. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. ചിലത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ അതാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് സ്യൂഡോ സയൻസ്. ഇവിടെ മീനിങ് ഫേക്ക് എന്നാണ്. ഫേക്ക് കേട്ടോ. ഫേക്ക് ഒന്ന് തെറ്റി വന്നിട്ടുണ്ടോ? അവിടെ ചെറുതായിട്ടൊന്ന് മീനിങ് മാറി കിടക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്തിരുന്നത് നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് ആണോ? F ഒന്ന് തലതിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, തെറ്റി വന്നിരുന്നത്. ഫേക്ക് എന്നായിരുന്നു കിടന്നിരുന്നത്. ഓക്കെ. അപ്പൊ സോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബുക്ക് കറക്റ്റ് ആയിട്ട് ബുക്ക് തന്നെയാണ്. ചെറിയ കുഞ്ഞു മിസ്റ്റേക്ക് ഒക്കെ പ്രിന്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്യൂഡോ മീൻസ് ഫേക്ക് ആണ് കേട്ടോ. അടുത്തത് സൈക്കോ, PSYCHO/O ആണ്. സൈക്കോ വിച്ച് ഇസ് റിലേറ്റിംഗ് ടു മൈൻഡ് ഒക്കെ ഔട്ട് ഓഫ് ഓർഡർ ആകുമ്പോഴാണ് നമ്മൾ ചില ആളുകളെ വിളിക്കുക സൈക്കോ മൈൻഡ് ആണ് അല്ലെ. ഔട്ട് ഓഫ് ഓർഡർ ആയപ്പോഴും മൈൻഡ് ഉള്ളത്. ഓക്കെ. സൈക്കോ വിച്ച് ഇസ് മെന്റ് ആസ് റിലേറ്റിംഗ് ടു മൈൻഡ്. അടുത്തത് PULM റിലേറ്റിംഗ് ടു ലങ്സ്, പൾമനോളജിസ്റ്റ് അല്ലെ. ലങ്സിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളെ ഇത് പരിശോധിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് പൾമനോളജിസ്റ്റ്. അപ്പൊ PULM/O റിലേറ്റിംഗ് ടു ലങ്സ്. മനസ്സിലാവേണ്ട പറയുന്നത്. ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് അതിന്റെ ടേംസ് ടെസ്റ്റിങ്ങിലേക്ക് അവർ ഉപയോഗിക്കും ഹോസ്പിറ്റൽസിൽ. അവിടുത്തെ പ്രൊഫഷണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ ചിലപ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അവരെന്താ പറയുന്നത് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ഈ സിലബസിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെ പറയുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഹാർട്ട് അറ്റാക്സ് എന്ന് പറയും അല്ലെ. നമ്മൾ സാധാരണക്കാർ പറയും ഒരാള് കുറഞ്ഞു വീണ് മരിച്ചുമ്പോൾ ഹാർട്ട് അറ്റാക്സ് എന്ന് വിളിക്കും. പക്ഷെ അവരങ്ങനെയല്ല വിളിക്കുക. മെഡിക്കൽ ടേംസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ആളുടെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി തരുമ്പോഴും അവരതിൽ മെൻഷൻ ചെയ്യുന്നത് കാർഡിയാക് അറസ്റ്റ്. കണ്ടോ, CA ആണ്, കാർഡിയാക് അറസ്റ്റ് എന്നാണ് അവരുടെ മെഡിക്കൽ ടേംസിൽ അവർ ഉപയോഗിക്കുക. അവർ യൂഷ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നല്ല പറയാം, നമ്മൾ സാധാരണക്കാർ പറയുന്നതാണ്. അതുപോലെ ഒരുപാട് ടേംസ്, ഞാനത് ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് മാത്രം. ഓക്കെ. അടുത്ത PUR റിലേറ്റിംഗ് ടു പസ് മീൻസ് പഴുപ്പ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീഴോ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ കാലിലൊക്കെ സ്വാളനൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ പൊട്ടി അത് കുറച്ച് ഒരു വീങ്ങിയൊക്കെ ഇരിക്കൂലേ, ആ ഒരു സിറ്റുവേഷൻ. PUR റിലേറ്റിംഗ് ടു പസ് ആണ്. PYEL/O റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. അടുത്ത PY/O റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2 പ്രാവശ്യം റിലേറ്റിംഗ് ടു പസ് എന്ന് മീനിങ് വരുന്നത് 2 രീതിയിൽ എഴുതിയിട്ട് ഏതൊക്കെയാണ്? PY/Oയും അതുപോലെ PUR കേട്ടോ. അടുത്തത് 4 എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മീനിങ് വരുന്ന 3 രീതിയിൽ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? പ്രിഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്വാഡ്, QUADR/I. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ അർത്ഥം 4 വശമുള്ളത്. QUAR ക്വാർട്ടർ എന്ന് പറയുന്നത് 4 അല്ലെ. ക്വാർട്ടർ എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ക്വാർട്ടർ, ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4/1 ഭാഗം. അതാണ് അവിടെ 4 വന്നിട്ടുണ്ട്. QUAT 4 അതും 4 ആണ്. അപ്പൊ ക്വാഡ്രി, ക്വാഡ്, ക്വാഡ്സ് എന്ന് പറയുന്നത് 4
സോറി 4നെ സൂചിപ്പിക്കുന്ന 3 പ്രിഫിക്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ RETR/O ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. ബാക്ക്വേർഡ് പിന്നോക്കം, ബിഹൈൻഡ് പുറകില്. RHIN/O റിലേറ്റിംഗ് ടു റിനോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമൊക്കെ ഉണ്ട്. നമ്മുടെ ആ വേർഡ് അങ്ങനെ ഉണ്ടാക്കിയതാ. ആ ഒരു ഡിവൈസ് നമ്മുടെ കുക്കിനകത്തുള്ള പല കാര്യങ്ങളൊക്കെ നോക്കാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് RHIN/O. റിനോസ്കോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേർഡാണ്. സ്ലീപ്പിംഗ് SLEPPING/O റിലേറ്റിംഗ് ടു എ ട്യൂബ്, ട്യൂബുമായി ബന്ധപ്പെട്ടത്. അടുത്തത് സ്ക്ലീറോ SCLERO/O ഹാർഡ് റിലേറ്റിംഗ് ടു സ്ക്ലീറ. ഭയങ്കര ഹാർഡ്, അതായത് ഇപ്പൊ നമ്മളുടെ ചില ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡൻഡ് ആകാറുണ്ട്. വെച്ചാൽ ഇങ്ങനെ കട്ടിയാവുക. നമ്മുടെ ചില ടിഷ്യൂസ്, നമ്മുടെ ശരീരത്തിലെ ചില ടിഷ്യൂസ് ഒക്കെ ചില ഭാഗങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. വെച്ചാൽ എന്താ പറയുക, ഭയങ്കര കട്ടി, കാഠിന്യം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് വിളിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് SCLERO/O. ഓക്കെ, അടുത്തത് SEME സെമി. നമ്മൾ കേട്ടിട്ടുണ്ട് സെമി സർക്കിൾ, ഹാഫ്, പാർഷ്യൽ, പകുതി, ഹാഫ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. SUB സബ്, അണ്ടർ, സംവാട്ട്, അണ്ടർ താഴെ അല്ലെങ്കിൽ അതുപോലെ, അങ്ങനെ ഏകദേശം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അടുത്ത സൂപ്പർ, എബവ്, അബൻഡൻസ്, മോർ ദാൻ നോർമൽ, നോർമലിനേക്കാൾ എബവ് ആണ്, അബൻഡൻസ് ധാരാളം, എബവ് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന വാക്ക് തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സുപ്ര, അതും എബവ് തന്നെയാണ്. ടാക്കി, TACHY, സ്പീഡി എന്നാണ് മീനിങ്. ടാക്കി, TACHY, ടാക്കി, സ്പീഡി. ഓക്കെ, അപ്പൊ ഈ ഒരു പേജില് അവിടെ വരെയാണോ? ഇപ്പൊ കിടന്ന പേജ് 121 വരെ നമ്മളിപ്പോ ഒന്ന് മാർക്ക് ചെയ്യാൻ പോണേ. തുടങ്ങിയത് 91 തുടങ്ങണം അല്ലേ? 91 പറയട്ടെ. യെസ്, 91 പേജ് ഞാൻ നമ്പർ പഠിക്കാൻ പറയണേ. അതില് 92 പാത്തോ, PATH/O പാത്തോ 92 നമ്പർ പറയാം. നെക്സ്റ്റ് 94 PERI, 94 PERI. അടുത്തത് PHLEB ഫ്ലബോട്ടമിസ്റ്റിന്റെ PHLEB/O 97 ഉണ്ട്, 98 ഉണ്ട്. ന്യൂമോണിയയുടെ PNEUM 98 നമ്പർ 98. Then അടുത്തത് 104 സ്യൂഡോന്റെ സ്യൂഡോ 104 ഉണ്ട്, 105 ഉണ്ട്, 106 ഉണ്ട്. PSEUB/O, PSYCHO, PULM/O, അങ്ങനെ 104, 105, 106 അത്രയും ഉണ്ട്. Next one, 114, 114, RHIN/O, RHIN/O. അടുത്തത് 117, സെമി, 117, 17. And the last 122 ഉണ്ട്. 122 വരെ നമ്മൾ പറഞ്ഞു അല്ലെ? 122 പറഞ്ഞില്ല, 121 വരെ പറഞ്ഞു. ഓക്കെ, 122 ഉണ്ട്, അടയാളപ്പെടുത്തിക്കോ. 122 ഉണ്ട്, 125 ഉണ്ട്, 126 ഉണ്ട്. പറയാൻ പറ്റുന്നേ ഉള്ളൂ, പക്ഷെ അതുകൂടി അടയാളപ്പെടുത്തിയാൽ ഞങ്ങൾ പറയാണ്. കാരണം അതുവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകും, കോമൺ സഫിക്സസ്. അപ്പൊ ടീച്ചർ അവിടെ തുടങ്ങി എടുത്തോട്ടെ ഇനി. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ഒരു പകുതിക്ക് ഇട്ടിട്ട് പോകുന്നല്ലോ, അതുകൂടി ഞാൻ പറയാം. മാർക്ക് ചെയ്തേക്കാം. 122, 125 and 126. അപ്പൊ അവിടെ വരെ ഉള്ളത് അടയാളപ്പെടുത്താം. ഓക്കെ, മനസ്സിലായ? പറഞ്ഞത് ടിക്ക് ചെയ്യാൻ പറഞ്ഞത് കിട്ടിയോ? എല്ലാവർക്കും മാറിപ്പോകോ? അതായത് ടിക്ക് ചെയ്യാതെയും വിടരുത്, കാരണം നമുക്ക് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ടക്കി കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ? 122 THERM, thermometer. It is used to measure the temperature, അല്ലെ? ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. അപ്പൊ THERM എന്ന് പറയുന്നത് തെർമോമീറ്ററിന് വേണ്ടിയിട്ട് മുമ്പിൽ ചേർക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്, റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാനാണല്ലോ. അടുത്തത് THORAC/O, തൊറാക്, റിലേറ്റിംഗ് ടു ചെസ്റ്റ്. തൊറാക്സ് ഇതാണ് നമ്മുടെ ചെസ്റ്റ് ആണ്, നെഞ്ചിന്റെ ഭാഗം.
THORAC/O relating to chest ആണ്. അടുത്ത TRANS trans to the other side of transist അതൊക്കെ ഒരു അതർ സൈഡ് ഓഫ് അപ്പുറത്തേക്ക് എന്നുള്ള അർത്ഥം വരുന്നതാണ്. TRI ട്രൈകളർ ത്രിവർണം അല്ലെ, 3 ആണ് അർത്ഥം. അതിന്റെ മീനിങ് അങ്ങനെ തന്നെയാണ്, 3 തന്നെയാണ്. യൂണി മീൻസ് യൂണിറ്റ്, 1. യൂണിക് ഒറ്റപ്പെട്ടത്, അപ്പോഴും 1. UNI 1 ആണ്. VAS/O വെസൽ. അപ്പോൾ പല വെസൽസ് ഒക്കെ നമുക്ക് അവിടെ ഹോസ്പിറ്റൽസിൽ പല രീതിയിലും പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡുകൾ വരുന്ന സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഒരു പദമാണ് വെസൽ. അപ്പൊ അതിനൊക്കെ അവര് ഷോർട്ടായിട്ട് VAS/O എന്നാണ് പ്രിഫിക്സ് ആയിട്ട് മുമ്പിൽ ചേർക്കുക. ഓക്കെ, യെസ്. അപ്പോ 127 വരെയുള്ള പ്രിഫിക്സുകളാണ് ഉള്ളത്. 127 പ്രിഫിക്സുകൾ ഉണ്ട്. സഫിക്സ് കുറച്ചുള്ളൂ എന്ന് തോന്നുന്നു. സഫിക്സ് ഏകദേശം ഒരു 37 ഉള്ളൂ. പിന്നെ കോമൺ റൂട്ട് വേർഡ്സ് അധികമുണ്ട്, അതുപോലെ തന്നെ അബ്രിവിയേഷൻസും അധികമുണ്ട്. ഇതെല്ലാം ഇതുപോലെ ടീച്ചർ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിൽ ഓരോന്ന് ടീച്ചർ എടുക്കുമ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്ത് തരും. മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാം. ബാക്കിയൊന്നും പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കേണ്ടെന്നല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 10 വീതമൊക്കെ വീട്ടിലിരുന്ന് റെഫർ ചെയ്തോളൂ. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണല്ലോ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 5 10 വീതം പഠിച്ചാലും മതി കേട്ടോ. ദിവസത്തിൽ ഒരു 5 ഇത് ഇന്നതാണെന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ ആഫ്റ്റർവേർഡ്സ് നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഇതൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചാണ്, ഞങ്ങൾക്ക് ടീച്ചർമാർ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് എന്നൊക്കെ ഒന്ന് ഓർക്കാനും, അങ്ങനെ പോകെ നമ്മൾ അതിൽ എന്താകും, എക്സ്പെർട്ട് ആകും. പിന്നല്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിച്ചേക്കണേ. ബാക്കിയുള്ള പഠിക്കലൊക്കെ അത് പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊന്ന് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ അതിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം, ബാക്കിയുള്ളതൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, so that's all about today. Bye. Thank you. Thank you, Miss. Okay, thank you, ma'am. Thank you. Thank you, Miss.